ഹരേ കൃഷ്ണ. ഗോകുലമുറ്റത്തെ കുഞ്ഞു കാൽപ്പാടുകൾ. വെണ്ണക്കള്ളൻ. യശോദാമ്മ അടുക്കളപ്പണികളുടെ വലിയ തിരക്കിലാണ്. ഗോകുലത്തിലെ ആ വലിയ വീട് അല്പനേരത്തേക്കൊന്ന് ശാന്തമായി. ഈ ഒരു നിമിഷത്തിനാണ് നമ്മുടെ കുറുമ്പൻ കാത്തിരുന്നത്. പതിയെ ഒച്ചയുണ്ടാക്കാതെ, പാദസരങ്ങളുടെ കിലുക്കം പോലും പുറത്തു കേൾപ്പിക്കാതെ കുഞ്ഞിക്കാലുകൾ പിച്ചവെച്ച് ഉണ്ണിക്കണ്ണൻ അകത്തളത്തിലേക്ക് കടന്നു വന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, മച്ചിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉറിയിലെ വെണ്ണക്കുടമാണ്. ഉറിക്ക് താഴെ വന്ന് മുകളിലേക്ക് നോക്കി നിൽപ്പാണ്. ഉറിയിലെ വെണ്ണക്കുടത്തിലേക്ക് നോക്കുമ്പോൾ ആ കുഞ്ഞിക്കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും അമ്മ എങ്ങാനും കണ്ടുപിടിക്കുമോ എന്ന ചെറിയൊരു ഭയവും മിന്നിമറയുന്നുണ്ടായിരുന്നു. സ്വന്തം ഉയരം പോരാഞ്ഞതുകൊണ്ട് അടുത്തു കിടന്നിരുന്ന ഒരു ചെറിയ മര ഉരലിന്മേൽ മെല്ലെ കയറി നിന്നു. കുഞ്ഞിക്കൈകൾ മുകളിലേക്ക് ഉയർത്തി. ആരും കാണാതെ ഉറിയിലെ വെണ്ണയിൽ ആ ഇളം വിരലുകൾ ആഴ്ത്തി പുതുതായി കടഞ്ഞെടുത്ത നല്ല മണമുള്ള കൊഴുത്ത വെണ്ണ ആ വിരലുകളിൽ കോരിയെടുത്ത വെണ്ണയുരുള വായിലേക്ക് വെച്ചതും ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷമായിരുന്നു ആ കള്ളക്കുറുമ്പന്റെ മുഖത്ത്. കുഞ്ഞിക്കവിളുകൾ വിറപ്പിച്ച് മിഴികൾ അടച്ചു തുറന്ന് എന്തൊക്കെയോ കൊഞ്ചലുകളോടെ വെണ്ണ രുചിക്കുമ്പോൾ ചുണ്ടിലും മൂക്കിൻ തുമ്പിലുമൊക്കെ വെണ്ണ പറ്റിപ്പിടിച്ചു. വീണ്ടും വീണ്ടും വിരലുകൾ ഉറിയിലേക്ക് നീണ്ടു. അത് മനോഹരമായൊരു കാഴ്ച തന്നെ. സ്വന്തം വീട്ടിൽ ആദ്യമായി വെണ്ണക്കള്ളനായി മാറിയ പരമ്പൊരുൾ. പെട്ടെന്നാണ് അടുക്കളയിലേക്ക് യശോദമ്മയുടെ കാൽച്ചിലമ്പുകളുടെ കിലുക്കം കേട്ടത്. ആ ശബ്ദം കേട്ടതും കള്ളക്കണ്ണൻ ശരിക്കും ഞെട്ടിപ്പോയി. വേഗം താഴെ ഇറങ്ങണം. തിടുക്കത്തിൽ ആ വലിയ മര ഉരലിൽ നിന്ന് പിച്ചവെച്ചിറങ്ങാൻ നോക്കുമ്പോൾ വഴുക്കലുള്ള കുഞ്ഞിക്കൈകൾ ഉറിയിൽ നിന്നും വഴുതി. എങ്കിലും താഴെ വീഴാതെ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ നിലത്തെത്തി. വേഗം ചുണ്ടിലെ വെണ്ണ തുടച്ചു മാറ്റാൻ നോക്കിയെങ്കിലും കൈകളിലാകെ വെണ്ണയായതുകൊണ്ട് മുഖത്താകെ അതൊന്ന് പരക്കുക മാത്രമാണ് ചെയ്തത്. ചുണ്ടിലാകെ വെണ്ണപ്പാടുകളുമായി അമ്മയ്ക്ക് മുന്നിൽ പെട്ടുപോയ വെണ്ണക്കള്ളൻ കൈകൾ പുറകിലേക്ക് ഒളിപ്പിച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നു. യശോദാമ്മ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഉറിയിൽ കിടക്കുന്ന വെണ്ണക്കുടം അപ്പോഴും മെല്ലെ ആടുന്നുണ്ട്. താഴെയാണെങ്കിൽ വലിയൊരു മര ഉരൽ വലിച്ചിട്ടിരിക്കുന്നു. അതിനടുത്തു തന്നെ കള്ളം പിടിക്കപ്പെട്ടാലുള്ള വലിയ ആവലാതികളോടെ വെണ്ണ പുരണ്ട കുഞ്ഞിക്കൈകൾ രണ്ടും പിറകിലേക്ക് ഒളിപ്പിച്ച് പിടിച്ച് ശ്വാസമടക്കി ഒന്നും അറിയാത്തതുപോലെ ഒരൊറ്റ നിൽപ്പാണ് നമ്മുടെ കുറുമ്പൻ. അമ്മയ്ക്ക് കാര്യം മനസ്സിലായെങ്കിലും ഗൗരവത്തിൽ ചോദിച്ചു, ഉണ്ണി, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ആ ഉറി എന്താ ആടുന്നത്? ഒന്നുമില്ല അമ്മേ, ഉണ്ണി വെറുതെ ഈ വഴി വന്നതാ. മുഖം തിരിച്ചു പിടിച്ച് വലിയ ഗൗരവത്തിലായിരുന്നു മറുപടി. പക്ഷേ തിരിഞ്ഞു നിൽക്കുമ്പോഴും കുറുമ്പന്റെ കവിളിലെ വെണ്ണപ്പാട അമ്മയ്ക്ക് വ്യക്തമായി കാണാനുണ്ടായിരുന്നു. കൈകൾ രണ്ടും ഇടുപ്പിൽ കുത്തി അമ്മ അവനെ നേരെ തിരിച്ചു നിർത്തി ചോദിച്ചു, സത്യം പറഞ്ഞോ, എന്റെ ഉണ്ണിയാണോ ഈ ഉറിയിലെ വെണ്ണ കട്ടെടുത്തത്? ഉടനെ വന്നു വലിയൊരു കള്ളം. കണ്ണുകൾ വട്ടത്തിലുരുട്ടി നെറ്റി ചുളിച്ച് ആ നിഷ്കളങ്കതയോടെ കൊഞ്ചിക്കൊണ്ട് അവൻ പറഞ്ഞു, ഞാനല്ല അമ്മയെ കട്ടത്. അമ്മ വിട്ടില്ല. പിന്നെ ആരാ കട്ടത്? എന്റെ ഉണ്ണിയുടെ ചുണ്ടിലും കവിളിലും ഒക്കെ വെണ്ണയാണല്ലോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അതമ്മേ, ഇവിടെ വലിയൊരു കറുത്ത പൂച്ച വന്നിരുന്നു. ഉണ്ണി നോക്കുമ്പോ അവനില്ലേ ഉറിയിൽ കയറി അമ്മ ഉണ്ണിച്ചു തരാൻ വെച്ചിരിക്കുന്ന വെണ്ണ തിന്നുന്നു. അപ്പൊ ഉണ്ണി വേഗം പൂച്ചേനെ ഓടിക്കാൻ വന്നതാ. ഓടിയപ്പോ പൂച്ച ഉണ്ണിയുടെ മുഖത്ത് വെണ്ണ തേച്ചിട്ട് ഒറ്റോട്ടം. ദാ കള്ളപ്പൂച്ചേ,
തന്റെ കള്ളം അമ്മ വിശ്വസിച്ചെന്ന മട്ടിൽ വലിയ കാര്യത്തിൽ കൈകൾ വിടർത്തി ആ പൂച്ചയുടെ വലിപ്പവും കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കള്ളക്കുറുമ്പൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ എന്റെ ഉണ്ണി വെണ്ണ കട്ടില്ല, ആ വലിയ പൂച്ചയാ കട്ടതല്ലേ? ചിരി അടക്കി പിടിച്ച് യശോദാമ്മ ചോദിച്ചു. അതെ അമ്മേ, വലിയ പൂച്ചയാ, ഉണ്ണി ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വലിയൊരു സങ്കടം മുഖത്ത് വരുത്തി അവൻ അമ്മയുടെ കാലിൽ വരിഞ്ഞു മുറുകി ചുറ്റിപ്പിടിച്ചു. നിഷ്കളങ്കമായ ആ കള്ളം പറച്ചിലും വലിയ പൂച്ചയെക്കുറിച്ചുള്ള കഥയും കേട്ട് യശോദാമ്മയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. ആ ഗൗരവമൊക്കെ അലിഞ്ഞില്ലാതായി ചിരിയോടെ കുഞ്ഞ് ആ കള്ളക്കണ്ണനെ വാരി മാറോടണിച്ചു. ആ വെണ്ണ പുരണ്ട ചുണ്ടുകളിലും കവിളുകളിലും എത്ര ഉമ്മകൾ കൊടുത്തിട്ടും ആ അമ്മയ്ക്ക് മതി വരുന്നില്ല. ഒടുവിൽ അമ്മ തോളിൽ കിടത്തിക്കൊണ്ടുപോകുമ്പോഴും കുടുകുടാനുള്ള കുസൃതിച്ചിരിയോടെ തന്റെ വെണ്ണ പുരണ്ട കുഞ്ഞിക്കൈകൾ നുണയുന്നുണ്ടായിരുന്നു പൊന്നുണ്ണി. ഒരു നിമിഷം ഈ കാഴ്ചയൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. സമസ്ത ചരാചരങ്ങൾക്കും അന്നം നൽകുന്ന അന്നദാതാവായ പരമാത്മാവ് ഇതാ ഒരു ഗോപസ്ത്രീയുടെ മുന്നിൽ ഇത്തിരി വെണ്ണയുടെ പേരിൽ വലിയൊരു കള്ളം പറഞ്ഞ് പരുങ്ങി നിൽക്കുന്നു. പ്രപഞ്ചനാഥനായിട്ടല്ല, പകരം അമ്മയുടെ ശാസന ഭയന്ന് ചുണ്ടിൽ വെണ്ണപ്പാടുമായി കുറിച്ചുന്ന ആ കുഞ്ഞു കള്ളന്റെ രൂപത്തിലാണല്ലോ ഭഗവാൻ കൂടുതൽ മനോഹരനാകുന്നത്. വാത്സല്യത്തിന്റെ പരംകോടിയിൽ നിൽക്കുന്ന ആ മാതൃത്വത്തിന് മുന്നിൽ സാക്ഷാൽ ഈശ്വരൻ പോലും ഒരു കൊച്ചു കുഞ്ഞായി ചുരുങ്ങിപ്പോകുന്ന അതിമനോഹരമായ കാഴ്ച. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.